ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 21 ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ച്. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇതും. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദിവസം അറ്റ്ലീസ്റ്റ് 3 ലിറ്റേഴ്സ് എങ്കിലും വെള്ളം കുടിക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം. നമ്മൾ പൊതുവേ ഇങ്ങനെ ഒരു 2 ലിറ്ററൊക്കെ ആയിരിക്കും ഇങ്ങനെ കുടിക്കുന്നത്. പക്ഷെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കയ്യിൽ വെച്ച് നമുക്ക് 3 പ്രാവശ്യം നിറക്കുന്ന രീതിയിൽ നമുക്കത് മോണിറ്റർ ചെയ്യാം. അപ്പം മസ്റ്റായിട്ടും ഒരു 3 ലിറ്റർ എങ്കിലും കുടിക്കണം, അറ്റ്ലീസ്റ്റ് 3 ലിറ്റേഴ്സ് എങ്കിലും കുടിക്കുക. അപ്പം തന്നെ നമ്മൾ ഈ നമ്മൾ സ്കിന്നൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവും നമ്മൾ വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റിൽ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, വെജിറ്റബിൾ സാലഡ് ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട് സാലഡും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത ഒരുപാട് റെസിപ്പീസ് കിട്ടും. നമുക്ക് കുക്കുംബർ, ക്യാരറ്റ്, ബ്രൊക്കോളി അതൊക്കെ വെച്ച് സാലഡ് ഉണ്ടാക്കി നമുക്ക് ഏതെങ്കിലും ഒരു നേരം നമുക്ക് അത് കൺസ്യൂം ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ രാത്രി ഒരു 7 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നൈറ്റ് കൂടുതൽ നമ്മൾ വെജിറ്റബിൾ സാലഡൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എന്താ കഴിക്കുന്നതിനെ പറ്റി സംസാരിക്കുക. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കാലത്ത് എപ്പോഴാണോ എണീക്കുന്നത്, ആ എണീറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു മോർണിംഗ് ഡ്രിങ്ക് കഴിക്കാം. മോർണിംഗ് ഡ്രിങ്ക് ഇപ്പം എല്ലാവർക്കും അറിയാം, അത് കുറേ ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ ചിയാ സീഡ് വിത്ത് ലൈം വാട്ടർ കുടിക്കാം, ഇല്ലെങ്കിൽ കുറച്ചൊരു ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ലൈമും ഹണിയും മിക്സ് ചെയ്ത് കുടിക്കാം. ഇനി ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ നമുക്ക് ആപ്പിൾ സൈഡർ വിനെഗർ വെച്ച് കുടിക്കാം. ഇതിൽ 3 ഏറ്റവും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ആപ്പിൾ സൈഡർ വിനെഗർ ആയിരിക്കും. കുറച്ചുകൂടി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനൊക്കെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ആപ്പിൾ സൈഡർ വിനെഗർ ആയിരിക്കും നല്ലതെന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1 അവർ ഗ്യാപ്പ്, 1 അവറിന് ശേഷമായിരിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വേറൊരു ഓപ്ഷൻ ഒന്നും കഴിക്കുന്നില്ല. എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പി ജിയിലുള്ളത് ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിലും ഡയറ്റ് വേണമെങ്കിൽ കാലത്ത് ഓട്സ് കഴിക്കാം. ഓട്സ് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇനി ഓട്സ് കഴിക്കുന്നതാണെങ്കിൽ തന്നെ പാല് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വല്ല ഹോട്ട് വാട്ടറിൽ ഓട്സ് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ കഴിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും അപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ആയിരിക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു ഓപ്ഷൻ വേണ്ട, നമ്മൾ നോർമൽ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണം എന്നില്ലവർക്ക്. അതായത് ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇപ്പം നമ്മളൊരു 4 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 2 ദോശ അങ്ങനെ ആക്കുക. ഇനി പെട്ടെന്ന് ക്വാണ്ടിറ്റിയും കുറക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരാഴ്ച 4 ദോശ കഴിക്കുക, 2ാമത്തെ ആഴ്ച നമുക്കത് 3 കട്ട് ചെയ്യാം, പിന്നെ 2 കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്കത് എന്തായാലും ഫുഡ് കുറയ്ക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു 11 മണിയാകുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ 11 മണിയാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആപ്പിളോ വാട്ടർമെലനോ പൈനാപ്പിളോ ഏതെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഉച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ട, ഉച്ചയ്ക്ക് പൊതുവേ നമ്മൾ ചോറൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ചോറിൽ ഷുഗർ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ചോറ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ക്വാണ്ടിറ്റി കുറക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് കിട്ടും, ബ്രൗൺ റൈസ് യൂസ് ചെയ്യാം. ഇനി റൈസ് കട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ നോക്കുക. ഒരു 3 ചപ്പാത്തിയുടെ കൂടെ ഒന്നുകിൽ ചെറുപയർ കറി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ചനയുണ്ടല്ലോ, വെള്ളക്കടല, ഒരു മഞ്ഞ കളറിലുള്ള വലിയൊരു കടല, അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മീൻ കറി യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ചിക്കൻ കറി യൂസ് ചെയ്യുക. ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ പോലെയല്ല. അതായത് അധികം സാധനങ്ങളൊന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഭയങ്കര ഓയിൽ അല്ലെങ്കിൽ സോസൊന്നും ആഡ് ചെയ്യാതെ
നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയൊക്കെ വെച്ച് അങ്ങനെ കഴിക്കാം. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു രീതിയിലുള്ള വർക്കൗട്ട് പ്ലാൻ ഉണ്ടാക്കുക. ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് പല വെബ്സൈറ്റ്, പല ആപ്പുകളും ഉണ്ടാകും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. ഇല്ല ജിമ്മിൽ പോണവരാണെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകാം. അപ്പം ജിമ്മിൽ പോണതിന് കുറച്ച് മുന്നേ നമ്മൾ ഒന്നിക്ക് ബ്ലാക്ക് കോഫി കുടിക്കുക. പക്ഷെ അതിലൊന്നും ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ എൻ്റെ ട്രെയിനർ പറഞ്ഞത് ഒന്നിക്കിൽ നമ്മൾ ജിമ്മിൽ പോണതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ 2 മുട്ടയുടെ വെള്ളയാണ്, മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ല. അപ്പോൾ 2 എഗ് വൈറ്റ്സ് കഴിക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിളോ ഇല്ലെങ്കിൽ കുറച്ച് ആപ്പിളോ കട്ട് ചെയ്ത് കഴിച്ചാൽ നമുക്ക് കുറച്ച് ഒരു എനർജി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോണതിന് മുന്നേ ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഇനി ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു 7 to 8 ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഡൈജഷനൊക്കെ അത് പ്രശ്നമായിരിക്കും. അപ്പോൾ രാത്രി ഇപ്പം ചപ്പാത്തി കഴിക്കാം. രാത്രി ചപ്പാത്തി നല്ലതല്ല എന്നും ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് 2 ചപ്പാത്തി കഴിക്കാം. കറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപയർ കറിയോ ചിക്കൻ കറിയോ ചന മസാലയോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പറ്റാത്തവർ ഓട്സ് ഒന്നും രാത്രി കഴിക്കണ്ട. ഓട്സ് രാത്രി കഴിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ചപ്പാത്തിയും പറ്റാത്തവർ മറ്റേ നമ്മൾ റവ ഉപ്മാവ് അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു 10:30 ഇല്ലെങ്കിൽ മാക്സിമം 11 മണിക്ക് നമ്മൾ കിടക്കാൻ നോക്കുക. ഈ നമ്മളെ റൂട്ടീൻ എന്തായാലും ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും. എന്നാലും നമ്മൾ ഫുഡ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ശരിയായ പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മിനിമം നമ്മളൊരു 7 hours എങ്കിലും ഉറങ്ങുക. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് എണീക്കുമ്പോൾ തന്നെ ആ ഒരു എനർജി ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ ഈ ഡയറ്റ് പ്ലാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു 2 മണിക്കൂറാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഓരോ ദിവസം ഇപ്പം ജിമ്മിൽ പോണതുകൊണ്ട് ഒരു ദിവസം ലെഗിന്, ഒരു ദിവസം ഷോൾഡർ, ഒരു ദിവസം ചെസ്റ്റ്, ഒരു ദിവസം ബാക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 2-3 ആഴ്ചയായി ഇപ്പം കണ്ടിന്യൂസ് ആയി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട്. എൻ്റെ സ്ലീപ്പൊക്കെ ശരിയായി വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, എനിക്ക് എരിവിനേക്കാളും ഏറ്റവും ഇഷ്ടം ഷുഗറാണ്. അപ്പോൾ എനിക്ക് ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മാക്സിമം ഞാൻ ഇപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത്രയ്ക്കും ക്രേവിങ്സ് വരുമ്പം നല്ല സ്വീറ്റായിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കും. പൈനാപ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മളൊരു 2 പീസ് പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ ആ സ്വീറ്റ് ക്രേവിങ്സ് ഒന്ന് കൺട്രോളായി പോകുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ സ്വീറ്റ് കട്ട് ചെയ്തവർക്കൊക്കെ, ഷുഗർ കട്ട് ചെയ്തവർക്കൊക്കെ നല്ല ചേഞ്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ഷുഗർ കട്ടിൽ തന്നെ നമുക്ക് മാക്സിമം ചേഞ്ചസ് ചിലപ്പോൾ വിസിബിളായിരിക്കും. സോ മാക്സിമം ഷുഗർ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കോഫി, ടീ അങ്ങനത്തെ ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വിത്തൗട്ട് ഷുഗർ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യങ്ങൾ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി എനിക്കറിയുന്ന റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പം സാലഡ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഗ്രീൻ ഗ്രാമൊക്കെ, ഈ ചെറുപയറൊക്കെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലെ കറി മാത്രമായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളത് അതായിട്ടും ഞാൻ റീലൊക്കെ ചെയ്യാവുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മളെ 21 ദിവസത്തെ പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.